കേരളത്തിൽ KSRTCകളിൽ നമ്മുടെ വനിതകൾക്ക് എല്ലാവർക്കും തന്നെ സൗജന്യമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം പുതിയ UDF ഗവൺമെൻറ് ഒരുക്കി തന്നിട്ടുണ്ട്. ഒരുക്കി തന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം കൂടി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നടത്തി എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ആഹ്ലാദിക്കേണ്ട കാര്യമാണ്. ആ VD സതീശൻ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സൗജന്യം സ്ത്രീകൾക്ക് കൊടുക്കുന്നതല്ല, പകരം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്, അല്ലാതെ വെറുതെ ഏതെങ്കിലും കേവലമായിട്ടുള്ളൊരു സൗജന്യം കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കയ്യടി നേടുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ സ്ത്രീകളുടെ മൊബിലിറ്റി വർദ്ധിക്കുന്നതിനെക്കുറിച്ചും അവരുടെ വിസിബിലിറ്റി വർദ്ധിക്കുന്നതിനെക്കുറിച്ചും അവരുടെ എംപവർമെൻറ്റിനെ കുറിച്ചുമൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും വാചാലനായിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഒരു സൈഡിൽ കൂടി നടക്കുമ്പോഴും നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥ പണികൾ മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടി നടക്കുകയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സാധാരണ ഓർഡിനറി ഫാസ്റ്റ് ആയിരുന്ന നിരവധി ബസ്സുകളിൽ ഇന്നലെ രാത്രി വന്നിട്ട് സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ അടിച്ച് ഒട്ടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതായത് നിരത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന 10 ഓർഡിനറി ബസ്സുകളിൽ തിരുവനന്തപുരത്തുള്ളതിൽ 8 തന്നെ ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ കൊണ്ട് നിങ്ങൾ ഒട്ടിച്ചു. എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിൽ നിങ്ങൾക്ക് സൗജന്യമില്ല എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഈ ഫാസ്റ്റിൽ സൗജന്യമില്ല എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്നുകൂടി അറിയുമ്പോൾ നിങ്ങൾ നടുങ്ങി പോകും. യഥാർത്ഥത്തിൽ സതീശ മേനോൻ ഭജൻസിൻ്റെ പ്രമുഖ ഗായകനും അതുപോലെ തന്നെ തികഞ്ഞ ഭക്തനുമായിട്ടുള്ള ഷാജൻ സ്കറിയയും മറുനാടൻ മലയാളിയുമാണ് ഈ വാർത്തയിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റേതെങ്കിലും ചാനലുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഇത് വെച്ചുകൊണ്ട് ചാനലുകളിൽ വാർത്ത ചെയ്യുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സതീശൻ്റെ ഗംഭീര പരിഷ്കാരമാണ്, ഇത് അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി പറയുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം ഏത് സ്റ്റാൻഡ് എടുക്കണം എന്ന് പറയുന്ന വലിയ ഡൗട്ടിലാണ് ഷാജൻ സ്കറിയ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റത് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ആളെ പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ വ്യൂസ് കിട്ടില്ല, വ്യൂസ് കുറയാനും പാടില്ല. അറ്റ് ദ സെയിം ടൈം UDF ഗവൺമെൻറ്റിനോടൊരു വിരോധം ഉണ്ടാകാനും പാടില്ല എന്ന് പറയുന്ന ഒരു ശ്രമത്തിലായിരിക്കും അദ്ദേഹം നടന്നുണ്ടാവുക. എന്തായാലും അത് നടത്തിക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനെ ഞാൻ വിലമതിക്കുന്നു. ആ റിപ്പോർട്ടെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് വെറും തട്ടിപ്പ് തരികിട പണിയാണ്. കാരണം 9 ബസ്സുകളിൽ തന്നെ ഇതുപോലെ സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കുകയും അവരെ എല്ലാവരെയും തന്നെ ഈ പറയുന്ന ഓർഡിനറി ബസ്സുകൾ എന്നുള്ള നിലക്ക് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമയത്തോ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള സമയത്തോ ഒക്കെ തന്നെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കൃത്യമായിട്ടൊരു ബസ് ഉണ്ടാവാതിരിക്കുകയും, എന്നാൽ ഈ പരിപാടി ഞങ്ങൾ നടത്തി എന്ന് പറയുന്ന ഒരു ഖ്യാതി കിട്ടുകയും അതേസമയം തന്നെ പോക്കറ്റിലിരിക്കുന്ന കാശ് പോകാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന പണിയാണ്, തരികിട പണികളാണ് നമ്മുടെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെനിക്ക് എന്നെക്കുറിച്ചൊക്കെ തന്നെ എനിക്ക് വലിയൊരു കുഴപ്പവും ഈ പറയുന്ന പോലെ ജാള്യതയും ഒക്കെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന് ശേഷം ഈ നമ്മുടെ ഷാജൻ്റെ തന്നെ ചാനലിലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ചെന്ന് അവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകാരെയൊക്കെ കണ്ടിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാവില്ലേ, നിങ്ങളുടെ കളക്ഷൻ കുറയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ അമ്പരപ്പിച്ചു. കാരണം അവരെത്ര ഗംഭീരമായിട്ടാണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുഴപ്പവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ആളുകൾ വന്ന് ബസ് കാത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ബസ് ഫ്രീ അങ്ങോട്ടും ഒരു ബസ് ഫ്രീ ഇങ്ങോട്ടും വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ അതും കാത്ത് ആളുകൾ നിൽക്കില്ല. അവരുടെയൊക്കെ സമയത്ത് വിലയുള്ളതാണ്. അതുകൊണ്ട് അവർ നമ്മുടെ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്ത് കൂളായിട്ട് യാത്ര ചെയ്യും. ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. കൂടാതെ ഇതൊക്കെ വെറും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചത്തെ ഗിമ്മിക്ക് മാത്രമാണ്, അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഷാജൻ തന്നെ പറയുന്ന മറ്റൊരു വാചകം കൂടിയുള്ളത്, ഷാജൻ പറയുന്നത് ഇതൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇല്ലെങ്കിൽ തന്നെ ഇപ്പം 102 എന്നുള്ളത് ചിലപ്പോൾ 2-3 സീറ്റ് കുറഞ്ഞ് 99-100 എത്തിയേനെ. അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങളൊന്നും ഇല്ലാതെയും UDFന് വിജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ വാഗ്ദാനം എടുത്തു വെച്ചത് വലിയ പൊല്ലാപ്പായി, തലവേദനയായി എന്നുള്ളതാണ് നമ്മുടെ സതീശ മേനോൻ ഭജൻസിൻ്റെ പ്രമുഖ ഗായകനായിട്ടുള്ള ഷാജൻ സ്കറിയ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഇതിനകത്തുള്ള ഈ തട്ടിപ്പ് മൂടിവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടാവും. കാരണം ഓർഡിനറി ബസ്സുകളിൽ നേരത്തെ മിനിമം ചാർജൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാമായിരുന്നെങ്കിൽ ആ ബസ്സുകൾക്കെല്ലാം മുകളിൽ തന്നെ ഫാസ്റ്റ് എന്നൊട്ടിച്ചുകൊണ്ട് മിക്കവാറും അതിനേക്കാൾ ഒരു 20%, 30% ഒക്കെ ചാർജ് കൂടുതൽ മേടിക്കാൻ കൂടി പദ്ധതി ഇടുന്ന വൻ ചാകരയാണ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയ കോമഡിയായി തോന്നിയത്,
ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയായിട്ടുള്ള CP ജോൺ അദ്ദേഹം സ്ഥലത്തെത്തുകയും ഇത് എല്ലാം തന്നെ ഈ പറയുന്ന LDFകാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും CPM ഇടതുപക്ഷത്തിൻ്റെയൊക്കെ യൂണിയനുകളുടെ ആളുകളുടെ തട്ടിപ്പുമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ തട്ടിപ്പ് ഇതാണോ അല്ലേന്ന് അറിയാനായിട്ട് ഇവർ കയറിയിട്ട് നേരെ ഒരു ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, ഇത് സിറ്റി ഫാസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട് ഇത് സിറ്റി ഫാസ്റ്റ് ആണ്, ഇത് ആഴ്ചകൾക്ക് മുമ്പ് ഒട്ടിച്ച സ്റ്റിക്കറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്റ്റിക്കർ കാണുമ്പോഴും അറിയാം, അതുപോലെ ഒട്ടിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴൊക്കെ നമുക്കറിയാം ഇതെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രിൻ്റ് എടുത്ത സ്റ്റിക്കറാണെന്നും അത് പുതിയതായിട്ട് ഒട്ടിച്ചിട്ടേ ഉള്ളൂ എന്നും അറിയാം. അപ്പോൾ ആ പാവം പിടിച്ച ജീവനക്കാരനെ കൊണ്ടുകൂടി കള്ളം പറയിക്കാതെ ഇങ്ങനെ അഭ്യാസങ്ങളൊന്നും ഇറക്കാതെ എല്ലാ കാര്യം ജനത്തിനോട് പറഞ്ഞ് കുറച്ച് സർവീസുകളെ ഇക്കാര്യത്തിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് തടി തപ്പുന്നതാണ് നല്ലത്. അല്ലാതെ മറ്റേ യൂണിയൻകാരുടെ പ്രശ്നമാണെങ്കിൽ പിന്നെ യൂണിയൻകാർക്ക് ഇനിയിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറയുന്ന ബസ്സിൻ്റെയൊക്കെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കാനും അത് അച്ചടിച്ചിട്ട് വരാനും സ്വന്തം കയ്യിൽ നിന്ന് കാശടിച്ചിട്ടൊന്ന് അച്ചടിച്ച് ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ളൊരു പാര പണിയാനും ഒക്കെയുള്ള കാര്യം ഏതെങ്കിലും യൂണിയൻകാർ ചെയ്യും എന്നുള്ളത് വിചാരിക്കാൻ വയ്യ. അങ്ങനെ തന്നെ ആരും അറിയാതെ ചെയ്യാനും കഴിയില്ലല്ലോ. അങ്ങനെ നാളെ ഫാസ്റ്റാണ്, സിറ്റി ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്റ്റിക്കർ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീകളാരും കയറാതിരിക്കുകയും വേറെ ബസ്സുകളിൽ കയറി പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കളക്ഷൻ കുറയുകയും പിന്നെ അവരോട് ചോദ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇത് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഇപ്പറയുന്ന പോലെ മുകളിൽ നിന്നുള്ള ആളുകൾ അവരുടെ അനുമതിയോടുകൂടി എടുത്തിട്ടുള്ള നടപടികളാണ്. പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ ഇത് ഒരുപാട് കാലം നീണ്ടുപോകുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പം തന്നെ നമുക്കറിയാം കാസർഗോഡ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 400-ലധികം സർവീസുകളുണ്ട്. അതിൻ്റെ അടുത്ത് ഏതാണ്ട് 200-250 സർവീസുകൾ കൊല്ലത്തുണ്ട്. മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ 150 സർവീസുണ്ട്. അതേസമയം ഏറ്റവും കുറവുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് 96 സർവീസുകളാണുള്ളത്. അതിനൊപ്പം ഈ 96-ൽ ഒരു 86 കൂടി സിറ്റി ഫാസ്റ്റ് കൂടി ആക്കിയാൽ അതിഗംഭീരമായി ഈ പരിപാടി വിജയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികൾ ഇനിയും വരട്ടെ, വിജയിക്കട്ടെ. UDF നീണാൾ വാഴട്ടെ.